ജയറാം, പ്രകാശ് രാജ്, ഉണ്ണി മുകുന്ദൻ തുടങ്ങി വൻ താരനിര അണിനിരക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമായ അച്ചായൻസിന്റെ ചിത്രീകരണം കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമായി പുരോഗമിക്കുകയാണ്. കണ്ണൻ താമരക്കുളമാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം. കൊച്ചിയിലെ പ്രബലമായ ഒരു തറവാട്ടിലൂടെയാണ് ഈ ചിത്രത്തിന്റെ കഥാവികസനം. ഈ കുടുംബത്തിലെ ഒരംഗത്തിന്റെ ബന്ധുവായ റോയ് നടത്തുന്ന ഒരു യാത്രയും അതിനിടയിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. നമസ്കാരം. DNVP ക്രിയേഷൻസിൻ്റെ ബാനറിൽ CK പത്മകുമാർ നിർമ്മിക്കുന്ന ചിത്രമാണ് അച്ചായൻസ്. അച്ചായൻസ് ഒരു ഫൺ ത്രില്ലറാണ്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ ത്രില്ലറാണ്. ഒരു വലിയ ക്യാൻവാസിൽ ചെയ്യുന്ന സിനിമയാണ്. ജയറാമേട്ടനോടൊപ്പം തന്നെ ഈക്വലി ക്യാരക്ടേഴ്സാണ് പ്രകാശ് രാജും ഉണ്ണി മുകുന്ദനും അമല പോളും ആദിലും സഞ്ജുവും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നത്. ജയറാമാണ് റോയ് തോട്ടത്തിൽ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ, ആദിൽ ഇബ്രാഹിം, സഞ്ജു ശിവറാം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു നായകന്മാർ. അച്ചായൻസ് ബേസിക്കലി ഒരു ഫുള്ളി പാക്ഡ് ഒരു എൻ്റർടൈനറാണ്. ഒരു മാസ് എൻ്റർടൈനർ ആയിരിക്കും ഫിലിം. ഏത് ഗണത്തിൽപ്പെടും എന്നുള്ളതിനാണ് ഞാനിത് പറഞ്ഞത്. സിനിമ റിലീസാവുന്നത് മാർച്ച് മാസം അവസാനമാണ്. സോ പരീക്ഷ കഴിഞ്ഞ് തിയേറ്ററുകളിലേക്ക് എത്തുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും ഏത് തരത്തിലുള്ള പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈനറാണ് അച്ചായൻസ്. ഞാൻ, ഉണ്ണി, ആദിൽ, ശിവറാം, പ്രകാശ് രാജ് തൊട്ട് ഒരുപാട് ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഇതിനകത്തുണ്ട്. റീത്ത എന്ന കഥാപാത്രമാണ് നായിക അമല പോൾ അവതരിപ്പിക്കുന്നത്. അമലയുടെ കഥാപാത്രം തന്റെ സുഹൃത്തുമായി ഒരു യാത്രയ്ക്ക് തിരിക്കുന്നു. അതിനിടയിൽ 4 അച്ചായന്മാരുടെ സംഘത്തിന് മുന്നിൽ പെടുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമയുടെ ശേഷം ഭാഗം. അനു സിതാരയാണ് അമലയുടെ സുഹൃത്തിന്റെ വേഷത്തിലെത്തുന്നത്. ശിവദ മറ്റൊരു നായികയായി എത്തുന്നു. നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. ഇതെൻ്റെ പുതിയ പടത്തിൽ അച്ചായൻസിൻ്റെ ലൊക്കേഷനാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ടോണി മാവച്ചൻ എന്നാണ്. ടോണി ഒരു കള്ളുകൂടിയനാണ്. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ നല്ലൊരു ഫൺ മൂവിയാണ്. ആടുപുലിയാട്ടം എന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത കണ്ണൻ താമരക്കുളമാണ് ഡയറക്ടർ. മല്ലു സിംഗ്, സീനിയേഴ്സ്, ചോക്ലേറ്റ്, അങ്ങനെ കുറേ വിജയ പടങ്ങൾ ചെയ്ത തിരക്കഥാകൃത്താണ് സേതുചേട്ടൻ്റെ സ്ക്രിപ്റ്റാണ് പടത്തിൽ. ഹാർലി ഡേവിഡ്സൺ ഓടിക്കുന്ന നടി അമല പോളിന്റെ ചിത്രവുമായി എത്തിയ അച്ചായൻസിന്റെ പോസ്റ്റർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അമല പോളും പ്രകാശ് രാജും ഈ ചിത്രത്തിലൂടെ പിന്നണി ഗായകരാകുന്നു എന്നതും അച്ചായൻസിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. സച്ചി സേതു കൂട്ടുകെട്ടിലെ സേതുവാണ് ചിത്രത്തിന്റെ തിരക്കഥ. ഈ ചിത്രത്തിന്റെ പേര് അച്ചായൻസ് എന്നാണ്. സ്വാഭാവികമായിട്ട് അച്ചായൻസ് എന്ന് കേൾക്കുമ്പോൾ ഒരു കോട്ടയം, ചങ്ങനാശ്ശേരി അങ്ങനെയുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു മലയോര പ്രദേശമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ കേരളത്തിൻ്റെ എല്ലാം ഒരു പ്രാദേശികത ഇല്ലാണ്ട് അച്ചായൻ എന്ന് പറയുന്നവരെല്ലാവരും ഉണ്ട്. ഇതിനകത്ത് അച്ചായൻ എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് അച്ചായന്മാരുടെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു വീക്ഷണം, ലൈഫ് ഈസ് ടു സെലിബ്രേറ്റ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ അങ്ങനെയുള്ള 4 അച്ചായന്മാർ, ഒരു വലിയ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു തറവാട്ടിലെ 4 അച്ചായന്മാർ നടത്തുന്നൊരു യാത്രയും അതിനിടയിൽ അവരുടെയിലേക്ക് വന്നു ചേരുന്ന 2 പെൺകുട്ടികളും, അത് അമല പോളും അനു സിതാരയും ചെയ്യുന്ന കഥാപാത്രമാണ്.
രമേഷ് പിഷാരടി, ധർമ്മജൻ ബോൾഗാട്ടി, സാജു കൊടിയൻ, മണിയൻപിള്ള രാജു തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. കാപ്പിരിത്തുരുത്ത് എന്ന് പറയുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള സിനിമയ്ക്ക് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ് ശ്രീ കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ 3ാമത് ചിത്രമായ അച്ചയൻസ്. ആ ഒരു സിനിമ കാപ്പിരിത്തുരുത്ത് കംപ്ലീറ്റ് ആയിട്ടും ഒരു സീരിയസ് ജോണർ അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക കഥയ്ക്കൊക്കെ പ്രാധാന്യമുള്ള ഒരു മൂവിയാണെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്നത് കഥയ്ക്ക് പ്രാധാന്യം എന്നതിലുപരി ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് ഫിലിമായിരിക്കും. അതുപോലെ തന്നെ ഒരു ത്രില്ലറാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോമഡിക്ക് ഒരുപാട് സാധ്യതകളും അതുപോലെ തന്നെ ഒരുപാട് ത്രില്ലിംഗ് മൊമെൻറ്റ്സ് സസ്പെൻസൊക്കെ ഒരുപാടുള്ള ഒരു മൂവിയാണ് അച്ചയൻസ്. ആൻഡ് ഇതിൽ ഞാൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ തോട്ടത്തിൽ തറവാട് എന്ന് പറയുന്ന ഈ തറവാട്ടിലെ 3 കസിൻസ് ആയിട്ട് വരുന്ന എന്താ പറയുക റോയ് തോട്ടത്തിൽ, അതുപോലെ തന്നെ ടോണി തോട്ടത്തിൽ ആൻഡ് എബി തോട്ടത്തിൽ. അതിൽ എബി തോട്ടത്തിൽ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഉണ്ണി മൂന്നനാണ് ടോണിയായി വരുന്നത്, ജയറാമേട്ടനാണ് റോയ് ആയി വരുന്നത്. പിന്നെ സഞ്ജു ഇതിൽ അച്ചയൻസിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രകാശ് രാജ് സർ ചെയ്യുന്ന ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആൻഡ് അതെന്താണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ സിനിമയിൽ അമല പോൾ, അതുപോലെ തന്നെ ശിവദ, അനു സിത്താര എന്നിവരുണ്ട്, ജനാർദ്ദൻ ചേട്ടനുണ്ട്, കവിയൂർ പൊന്നമ്മ ചേച്ചിയുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള സിനിമ തന്നെയാണ്. രമേഷ് പിഷാരടി, അതുപോലെ കലാഭവൻ നവാസ്, മണിയൻപിള്ള രാജു ചേട്ടൻ, അതുപോലെ ഒരുപാട് പേര് ഈ സിനിമയിലൂടെ നീളം നല്ല നല്ല ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുന്നുണ്ട്. പ്രദീപ് നായർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് രതീഷ് വേഗയാണ്. DNVP ക്രിയേഷൻസിന്റെ ബാനറിൽ CK പത്മകുമാറാണ് നിർമ്മാണം. ഹായ്, അച്ചയൻസ് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേരാണ് റാഫി. റാഫി ഒരു ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു ഭയങ്കര ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വലിയൊരു സ്റ്റാർ കാസ്റ്റാണ് ഈ സിനിമയിൽ. അപ്പോൾ ഇത് ഭയങ്കര രസകരമാണ്. അത് ഒരു ഹ്യൂമറസ് ആയിട്ട് ഫുൾ ഒരു ഫൺ റൈഡ് പോലെ പോകുന്നൊരു സിനിമയാണ്. അതിൽ ജയറാമേട്ടൻ, ദെൻ പ്രകാശ് രാജ്, ഉണ്ണി മുകുന്ദൻ, ആദിൽ, പിന്നെ രമേഷ് പിഷാരടി, ജനാർദ്ദൻ ചേട്ടൻ, പിന്നെ നവാസിക, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയാണ്. കൊച്ചി, തേനി, കമ്പം, കുട്ടിക്കാനം, ഹൈദരാബാദ് എന്നിവിടങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ. മൂന്ന് നായികമാരുണ്ട്. എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ടെക്നിക്കലിയും അല്ലാതെയും നല്ലൊരു മാസ് എൻ്റർടൈനർ ആയിരിക്കും. 5 നായകന്മാരുള്ള ഈ സിനിമയുടെ പ്രധാന പ്രത്യേകത നായക പക്ഷത്തുള്ളവർ തന്നെ പ്രതിനായകന്മാരുമാകുന്നു എന്നതാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ് കഥ ആരംഭിക്കുന്നത്. ഒരു ട്രാവൽ, സസ്പെൻസ്, ത്രില്ലിൻ്റെ എല്ലാം ജോണർ ഈ സിനിമയിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇതൊരു എൻ്റർടൈനർ ആയിരിക്കും കംപ്ലീറ്റ്ലി. ദേശീയ അവാർഡ് ജേതാവ് പ്രകാശ് രാജ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ അഭിനയിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകത. അച്ചായന്മാരുടെ യാത്രയിൽ ഒരു യാത്രാമധ്യേ ഇവരിലേക്ക് വന്നു ചേരുന്ന 2 പെൺകുട്ടികൾ. അവരിൽ ഒരാൾ അമല പോളും ഒരാൾ അനു സിത്താരയും ചെയ്യുന്ന കഥാപാത്രം. ഇവർ ഈ അച്ചായന്മാരിലേക്ക് വന്നു ചേരുകയും ഒരു സംഭവം ഇവർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കഥാഗതി മാറ്റുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സസ്പെൻസും എന്നാൽ അത്യന്തം രസകരമായിട്ട് തന്നെ ഒരു ഫൺ മൂവിയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അച്ചയൻസ്. എല്ലാ രീതിയിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള സിനിമ, ഒരുപാട് ഹാസ്യം, ഒരുപാട് കഥാപാത്രങ്ങളും. മലയാള സിനിമയിൽ 32ഓളം നടന്മാർ, നായികമാർ, നടികൾ ഇതിനകത്ത് അഭിനയിക്കുന്നു. അതെല്ലാം അതിൻ്റെ പ്രത്യേകതയാണ്. ലൊക്കേഷൻസ് ആണെങ്കിൽ കൊച്ചി, വാഗമൺ, കുട്ടിക്കാനം, ഹൈദരാബാദ്, അങ്ങനെ പല ദേശങ്ങളിൽ വെച്ച് നമ്മൾ എടുക്കുന്നു. അങ്ങനെ ഒരു ശരിക്കൊരു 100% എൻ്റർടൈൻമെൻറ്റ് സ്വഭാവമുള്ള ഒരു കോമഡി ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു ജോണറിൽപ്പെട്ടൊരു സിനിമയാണ് അച്ചയൻസ്.
രതീഷ് വേഗയാണ് സംഗീത സംവിധാനം. അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ബാദുഷ. ഒരു മൾട്ടി സ്റ്റാർ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക്. മാത്രമല്ല ജയറാമേട്ടൻ്റെ കൂടെ അതുപോലെ തന്നെ ഉണ്ണിയുടെ ഒക്കെ കൂടെ സഞ്ജുവിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു നല്ലൊരു റാപ്പോ നമ്മൾ ഈ അച്ചായൻസ് തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അതൊരു വലിയ ഘടകം തന്നെയാണ്. നമ്മുടെ ഈ ഒരു സീനൊക്കെ നന്നാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ ഈവൻ ഓഫ് ക്യാമറയും നമ്മളൊക്കെ ഇങ്ങനെ കത്തിയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കും. ജയറാമേട്ടനാണെങ്കിൽ പഴയ കഥകൾ ഇങ്ങനെ ഒരുപാട് പറയും. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സെറ്റ് തന്നെ ഭയങ്കര ഉണർന്നിരിക്കുന്നൊരു സാഹചര്യമാണ്. സിനിമയുടെ വേറൊരു വലിയ ഇതിൽ എടുത്തു വരേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫിയാണ്. പ്രദീപ് നായരാണ് സിനിമാറ്റോഗ്രഫി. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലും അദ്ദേഹത്തിൻ്റെ ഒരു കംപ്ലീറ്റ് മാസ്റ്ററി കാണിക്കുന്നുണ്ട്. ആൻഡ് ഞങ്ങൾക്ക് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രദീപേട്ടൻ വളരെ ജോളി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഒരുപാട് കോമഡിയൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സെറ്റിൽ എല്ലാവരും ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇറ്റ്സ് മോർ ഈസിയർ ടു വർക്ക് ഹിയർ. നല്ലൊരു ടീമാണ്. ജയറാമേട്ടനൊപ്പം ആദ്യമായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുന്നു. പ്രകാശ് രാജുണ്ട്, അമല പോൾ, സഞ്ജു, ശിവരാം, ആദിൽ, അങ്ങനെ കുറേ വലിയ ആക്ടേഴ്സ് സിനിമയിലുണ്ട്. ആൻഡ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും. കുറേ തമാശകളും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. മൊത്തം ഒരു ഫൺ ഇതിൽ പോകുന്ന ഒരു സിനിമ. അതിൽ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നാളിന് ശേഷം എനിക്ക് ഒരു ഫുൾ ഓൺ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നത് ഇവൻ നീക്കോ ഞാച്ചയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും. ഞാനിതിലൊരു കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തുന്ന ഒരാളായിട്ടാണ്. ഞാൻ ഈ അച്ചായൻസിൽ വന്നുപെട്ട ഒരാളാണ്. ഇവരുടെ എല്ലാ പ്രശ്നത്തിനും മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവരെ പ്രശ്നം ഉണ്ടാക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഞാനിതിൽ എൻ്റെ കഥാപാത്രം. ഒരു ടൈറ്റർ സിറ്റുവേഷൻസ്, പടം ഒരു ക്രഞ്ച് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കുറച്ച് സീരിയസ് നോട്ടിൽ പോകുന്ന സ്ഥലങ്ങളിൽ പോലും ഇയാളുടെ ക്യാരക്ടർ ഒരു കുറച്ച് ഹ്യൂമറസ് ആയിട്ട് പോകുന്ന എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഓവർബോർഡ് കോമഡി അല്ല, ഭയങ്കര സെറ്റിലായിട്ട് പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സിനിമയുടെ തിരക്കഥ ചെയ്തിട്ടുള്ളത് സേതു ചേട്ടനാണ്. അപ്പോൾ ഇതിൽ അച്ചായൻസിൻ്റെ കംപ്ലീറ്റ് എങ്ങനെയാണ് ഓരോ അച്ചായൻ്റെയും ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറിൻ്റെയും എങ്ങനെയാണ് അവരുടെ ഗതി, എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് അവരുടെ ഡയലോഗ് ഡെലിവറി എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് സേതു ചേട്ടനാണ്. സേതു ചേട്ടൻ്റെ അടുത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എങ്ങനെയാണ് എബി തോട്ടത്തിൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സേതു ചേട്ടന് ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. മാത്രമല്ല സേതു ചേട്ടൻ്റെ ഒരു പ്രത്യേകത, ഷൂട്ടിൻ്റെ എല്ലാ ദിവസവും അദ്ദേഹം വന്ന് ഇവിടെ നമ്മുടെ കൂടെ ഫ്രം ബിഗിനിങ് ടു എൻഡ് ഓരോ ദിവസത്തിൻ്റെയും തുടക്കം മുതൽ അവസാനം വരെ ഷൂട്ടിൻ്റെ കൂടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആഡ് ചെയ്യും, ഓരോ സജഷൻസ് തരും. അത് തന്നെയാണ് വലിയ പ്രത്യേകത. പിന്നെ കണ്ണൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കണ്ണൻ ചേട്ടൻ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂവീസാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു ഫാമിലി ഡ്രാമയ്ക്ക് സ്കോപ്പുള്ള സിനിമയായിരുന്നു. അതുപോലെ തന്നെ ആടുപുലിയാട്ടം എന്ന് പറയുന്നത് ഒരു ഹൊറർ മൂഡിലുള്ള സിനിമയാണെങ്കിൽ ഒരു ഫൺ റൈഡാണ് അച്ചായൻസ്. ആൻഡ് കണ്ണൻ ചേട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് പുള്ളിക്ക് കൃത്യമായ ഐഡിയ ഉണ്ട്. ഏതാണ് നെക്സ്റ്റ് ഷോട്ട്, എന്താണ് വേണ്ടത്, എങ്ങനെയായിരിക്കണം ഡയലോഗ് ഡെലിവറി. ഇപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിട്ടത് നല്ലതാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും, ഇനിയിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് പറയാം, എടാ അത് അതിനേക്കാളും നല്ലത് ഇത് തന്നെയാണ്, നീ ഇത് തന്നെ ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ വളരെ ബ്രദർലി അഫെക്ഷനിലാണ് അദ്ദേഹം നമ്മളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത്. ആൻഡ് അതൊരു വലിയ ഈ സെറ്റിനെ സംബന്ധിച്ച് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ.
പർട്ടിക്കുലറായിട്ട് ഒരു ക്യാരക്ടർ മാത്രം എൻ്റെ എന്ന് എടുത്ത് പറയാതെ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അച്ചായൻ എന്ന് പേരിട്ടാൽ മതിയായിരുന്നല്ലോ. അച്ചായൻസ് പേരിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞങ്ങൾ 4 പേരുടെയും ഒരു കഥയാണിത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലൊരു മൂത്ത ജ്യേഷ്ഠനാണ് ഞാൻ, എൻ്റെ 3 ബ്രദേഴ്സും. കോമഡിയും സസ്പെൻസും നിറഞ്ഞ ഒരു ഫൺ ത്രില്ലർ മൂഡിൽ പോകുന്ന ചിത്രമായിരിക്കും അച്ചായൻസ് എന്ന് പ്രതീക്ഷിക്കാം. എന്റർടൈൻമെന്റ് സെൻസേഷൻ. Sensations YouTube channel, please subscribe.